ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ അതിസൂക്ഷ്മതയാണ് നമ്മൾ കാണുന്നത്. ഭരണാധികാരികളിൽ നിന്നുള്ള സമ്മാനങ്ങൾ അദ്ദേഹം തിരസ്കരിച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിജ്ഞാനാന്വേഷണവുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോ വഴിയിൽ വെച്ച് പണമൊക്കെ തീർന്നു പോകും. പണമുണ്ടായിരുന്നില്ല കാര്യമായി. പണം തീർന്നു പോകുമ്പോ പലപ്പോഴും വിവിധ ഭരണാധികാരികളിൽ നിന്നുള്ള സമ്മാനങ്ങൾ അദ്ദേഹത്തിനെത്തും. പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചിരുന്നില്ല. ഭരണാധികാരികളുടെ സമ്മാനങ്ങളിൽ പലതും ചേരാനിടയുണ്ട് അവരുടെ പണത്തിൽ. അവയിൽ ഭൂരിഭാഗവും അക്രമത്തിലൂടെയും അതുപോലെ തന്നെ പിടിച്ചുപറിയിലൂടെയും ഒക്കെ അവർ സമ്പാദിച്ചതാവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ ജീവിതത്തിലുടനീളം ഭരണാധികാരികളിൽ നിന്ന് സമ്മാനം സ്വീകരിക്കാതിരിക്കുക എന്ന നിലപാടാണ് കൈകൊണ്ടത്. ഭരണാധികാരികളിൽ നിന്ന് ഒരിക്കലും സമ്മാനം സ്വീകരിക്കരുത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. സമ്മാനം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. സമ്മാനം അദ്ദേഹം സ്വീകരിക്കാതെയും ഇരുന്നിട്ടില്ല. പക്ഷെ അഴിമതിക്കാരുടെ സമ്മാനം സ്വീകരിച്ചുകൂടെന്ന ജാഗ്രതയാണ് അദ്ദേഹം സ്വീകരിച്ചത്, അദ്ദേഹം കൈകൊണ്ടത്. അതേസമയം തന്നെ സമ്മാനം സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു നന്മയുണ്ട്, നല്ല കാര്യമാണത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദൗ തഹാബു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയകൾ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുക എന്നോ. ആ നിലപാട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനും ഉണ്ടായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഒരാളിൽ നിന്നും സംസം ജലം ഹദിയായി സ്വീകരിച്ചിരുന്നു. മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തിന് അക്രോട്ടും ഉണക്കമുന്തിരിയും സമ്മാനമായി നൽകി. ഇതേ അയൽവാസിക്ക് തന്നെ അദ്ദേഹം ശർക്കരയും കാരക്കയും അങ്ങോട്ടും സമ്മാനമായി കൊടുത്തിരുന്നു.